ഗോപികൾ ഗായക ശ്രേഷ്ഠ പരിശുദ്ധ സുവിശേഷം ഒരു സ്കിറ്റിലൂടെ നമുക്ക് ഈ സുവിശേഷ ഭാഗം കാണുകയും കേൾക്കുകയും തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുമ്പ് നിങ്ങൾ ഭയപ്പെടുന്ന 2 രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും. പിതാവേ, യേശയ്യാ ദീർഘദർശിയുടെ പ്രവചനം എപ്പോഴാ പൂർത്തിയാവുക? ആ പൂർത്തീകരണത്തിന്റെ സമയം വളരെ അടുത്തെത്തിയിരിക്കുന്നു. ഒരു കന്യക ഗർഭം ധരിക്കുമെന്നാണോ അങ്ങ് അർത്ഥമാക്കുന്നത്? അതെ എന്റെ കുഞ്ഞെ, എല്ലാം സംഭവിക്കുന്നത് ദൈവത്തിന്റെ വചനമനുസരിച്ചാണ്. ദൈവം നമ്മുടെ പിതാവായ അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്യുകയും ശപഥം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സാറ വന്ധ്യയും പ്രായം കവിഞ്ഞോളുമായിരുന്നു. എന്നിട്ടും ആ വാഗ്ദാനത്തിലൂടെ അവൾ ഒരു പുത്രനെ ഗർഭം ധരിച്ചു. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുന്നു. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദൈവത്തിന് സ്തുതി. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അമ്മേ, എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നുവെന്ന് മാലാഖ പറഞ്ഞു. ദൈവത്തിന് സ്തുതി. അമ്മേ, അവർക്ക് പ്രായമായല്ലോ. ഞാൻ വേഗം അവിടെ വരെ ഒന്ന് പോയി അവരെ സഹായിക്കട്ടെ. അവളെ എന്റെ ആശംസകൾ അറിയിക്കുക. നീ വേഗം യാത്രയാകും. ഞാൻ പോയി നിന്റെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യട്ടെ. മഹത്വപ്പെടുത്തുന്നു നിന്റെ ചിത്തം, നിന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. മറിയം, എലിസബത്ത്, സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് എന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ
ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നോക്കൂ, ശിശു സന്തോഷം കൊണ്ട് കുതിച്ചു ചാടുന്നു. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുത്തെ തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്റെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ലോകമെമ്പാടുമുള്ള എല്ലാവരുടെയും പേര് എഴുതി ചേർക്കണമെന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. അതനുസരിച്ച് നാം എല്ലാവരും നമ്മുടെ പട്ടണമായ ബേത്ലഹേമിൽ പോയി പേരെഴുതി ചേർക്കണം. പക്ഷേ ഈ അവസ്ഥയിൽ നാം എങ്ങനെ പോകും? എന്റെ ദൈവമേ, നിനക്ക് സ്തുതി. ഓ ബേത്ലഹേം, നിന്നെ കുറിച്ചുള്ള പ്രവചനം പെട്ടെന്ന് പൂർത്തിയാവാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. ഒരടി നടക്കാൻ എനിക്ക് സാധിക്കില്ല. അമ്മേ, നീ ഇവിടെ ഇരിക്കൂ, ഞാനൊരു സ്ഥലം കണ്ടുപിടിക്കട്ടെ. നിനക്കെന്ത് വേണം? എന്നോട് ദയ കാണിക്കണമേ. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തു. ഞങ്ങൾക്ക് ഒരല്പം ഇടം തരണം. ഇല്ല ഇല്ല, അല്പം പോലും സ്ഥലമില്ല. ആളുകളെ കൊണ്ട് സത്രം നിറഞ്ഞു. നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കൂ. ആരെയും അകത്തേക്ക് കയറ്റിവിടരുത്. ദയവായി ഞങ്ങളെ പരിഗണിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. എന്റെ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് ദയ കാണിക്കണമേ. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തു. ഞങ്ങൾക്ക് വിശ്രമത്തിനായി ഒരിടം കിട്ടാതെ നിർവാഹമില്ല. ദയവായി അല്പം ഇടം തരണമേ. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല. പേരെഴുതിക്കാനായി വന്ന ജനങ്ങളെ കൊണ്ട് ബേത്ലഹേം നിറഞ്ഞിരിക്കുന്നു. എല്ലായിടത്തും തിരക്കാണ്. ഈ രാത്രിയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥലം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കിവിടെ ഒരു മുറിയും ലഭിക്കില്ല. മേരി, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഒരല്പം മുമ്പോട്ട് പോയി മറ്റേതെങ്കിലും സ്ഥലം അന്വേഷിക്കാൻ സാധിക്കുമോ? എനിക്ക് സാധിക്കില്ല. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തുവിൽ ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം.
ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പാടിടുവിൻ മംഗളഗാനം പാടിടുവിൻ പൊന്നി പിറന്നു വന്ദനമരുളാൻ വന്നിടുവിൻ നിർമ്മലമോദമണിഞ്ഞൊഴുകും മംഗളഗാനം പാടിടുവിൻ മംഗളഗാനം പാടിടുവിൻ മംഗളഗാനം പാടിടുവിൻ മംഗളഗാനം പാടിടുവിൻ. സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും പിറവി തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹത്തോടുകൂടി നേരുകയാണ്. നമ്മെയും ലോകം മുഴുവനെയും സംബന്ധിച്ചിടത്തോളം ഇന്ന് ദൈവാനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒരു ദിനമാണ്. ലോകത്തില് ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന തിരുനാള് ക്രിസ്മസ് ആണ്. ഈ ലോകത്തിൽ മറ്റൊരു പിറന്നാളും ഇത്ര മനോഹരമായി ആഘോഷിക്കപ്പെടുന്നില്ല. യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ ഒക്ടോബർ മാസം 1 മുതൽ തന്നെ ക്രിസ്മസിന്റെ ആഘോഷം ആരംഭിക്കുകയാണ്.
കുടുംബത്തെ, നമ്മുടെ സഭയെ, നമ്മളെ ഈ ജീവിതത്തെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും എല്ലാം നമുക്ക് അവർക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉയർത്തണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോഹനത്തിൽ വീഴാതെയാകരുത്, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. തന്നെ നൽകിയതിനെയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. വലിയ സാഹചര്യങ്ങളിൽ പോലും അങ്ങയുടെ സാന്നിധ്യം അന്വേഷിക്കുവാനും വിവേചിച്ചറിയുവാനുള്ള അവകാശം പ്രദാനം ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യാവതാരം വഴി മനുഷ്യവരുടെ ആനന്ദിച്ചനമേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. തിരിപ്പിറവിയുടെ സദ്വാർത്ത കേട്ട് ആനന്ദിക്കുവാനും അതറിയിക്കുവാനും വലിയവരായ ആട്ടിടയന്മാരെ നീ അനുഗ്രഹിച്ചുവല്ലോ. ഈ സദ്വാർത്ത ഉൾക്കൊണ്ട് ലോകത്തെ അറിയിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. സ്വർഗങ്ങളോട് ചേർന്ന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയെ നിരന്തരം പാടി സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ഉറങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ആരും ഉറങ്ങാത്തവർ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്നാലും ഈ ഒരു സന്തോഷത്തിന്റെ അവസരത്തിൽ ഇരുന്നില്ലെങ്കിൽ പിന്നെ ഏത് അവസരത്തിലാണ് ഏത് തിരക്കാണ് ഉള്ളത് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ ഈ ക്രിസ്മസ് സ്റ്റാറിനെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കൈകളിൽ ഒരു നമ്പർ കിട്ടിയിട്ടുണ്ടാകണം, അതിലേക്ക് കൊടുത്തിട്ടുണ്ടാകണം.
72. ഈ വർഷത്തെ ക്രിസ്മസ് സ്റ്റാറായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് 72. ഫ്രാൻസിസ് അച്ഛനാണ് സമ്മാനം കൊടുക്കുക. ഒന്ന് കൈയടിച്ച് നന്നായിട്ട് കൈയടിച്ചോ. ഈ നോമ്പ് നോക്കിയ വ്യക്തികളുടെ ഒരു കൂപ്പണാണ് തരിക. നോമ്പ് നോക്കിയവർ ഈ ഒരു 25 ദിവസവും നോമ്പ് നോക്കിയവർ 47 സമ്മാനം കൊടുക്കുക. ഫസ്റ്റ് സമ്മാനം 77 കൈയടിക്കോ കൈയടിക്കോ. 79 68 83 അപ്പോൾ പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ. ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന നമ്മുടെ ഇടവകയില് ബിജു റാഫേൽ കൊള്ളയിലാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. ബിജു റാഫേൽ അപ്പൊ വലിയ കർമ്മ സമ്മാനം സ്വീകരിക്കുക. വീഡിയോയിൽ വരുന്നതായിരിക്കും. സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് പൗലോസ് കണ്ടത്തിൽ. സെക്കൻഡ് പ്രൈസ് പൗലോസ് കണ്ടത്തിൽ കടന്നു വരിക. ബിജു ഗോപുരത്തിന് തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നു. ബിജു ഗോപുരത്തേക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അപ്പോൾ ദൈവങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്റ്റീന രാജപന്നിക്കാരൻ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ കുടുംബം മുഴുവനും ഒരുമിച്ചാണ് ഒരു വരച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് പ്രൈസ് കിട്ടിയത് ജെൻസൺ ദേവസി കാപ്പറമ്പത്ത്. ജെൻസൺ തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് അയന സാറ റിജോ ചക്കിയേറ്റ്. അയന സാറ അവർ പ്രത്യേകമാണ്. അവർ ക്രിസ്മസ് കാർഡിന് സമ്മാനം കഴിഞ്ഞു. ഇനി നമ്മുടെ ലോക്കൽ ഫീസ് നടത്തുകയുണ്ടായി. അതിരൂപതയിൽ നമ്മൾ പ്രത്യേകമായിട്ട് അതിന് സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിരൂപതയിൽ നിന്നുള്ള സമ്മാനമുണ്ട്. നമ്മുടെ ലോകത്ത് 4ാം റാങ്കാണ് കിട്ടിയിരിക്കുന്നത്. അത് കിട്ടിയിരിക്കുന്നത് ബബിത ബേനി മണവാളൻ. നമ്മുടെ ഇടവകയിലെ അഭിമാനമാണ്. അതിരൂപതയിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കി ലോക്കൽ ഫീസിന്. അപ്പോൾ പ്രത്യേകമായ ഇത് നമുക്ക് പോയി അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ അവസരത്തിൽ കുട്ടികളെന്ന് പറഞ്ഞാൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. രോഗിലാവനും അതുപോലെ തന്നെ വിശുർബാനി കൊടുക്കാനായിട്ട് പോയതാണ്. രോഗിലാവനും ഇത് മുന്നിൽ കൊടുത്തതാണ്. അപ്പോൾ വിശുർബാന കൊടുക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ കുട്ടികൾ 2 കുട്ടികൾ വളരെ നന്നായിട്ട്, ഒരു കുട്ടി ഒരു ഗ്ലാസ് വെള്ളം, അല്പം വെള്ളം അമ്മച്ചി കൊടുക്കോ വിശുർബാന ചെയ്ത് ആ കൊച്ചു പോയിട്ട് പെട്ടെന്ന് ഒരു ഗ്ലാസ് ചെറിയ ചെപ്പിൽ വെള്ളം എടുത്ത് കൊണ്ടുവന്ന് അത് തന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ കൊച്ചുകൾ തന്നെയാണ് ചെയ്യുന്നത്. അമ്മച്ചിനൊന്ന് ഉയർത്താനായിട്ട് അത് ഒപ്പം തന്നെയാണ് ഉയർത്തി നന്നായിട്ട് വെച്ച് തലനൊക്കെ വെച്ച് കൊണ്ട് ഭംഗിയായിട്ട്. ഇനി ആ വെള്ളം കുടിച്ചപ്പോൾ അല്പം വെള്ളം പോയി താഴ്ന്നതിനെ പോയി. വേറെ ആൺകുട്ടി എവിടുന്നായിരുന്നു അവൻ ആ കവി കവിടിയിരിക്കണ്ടായിരുന്നു, ചെറിയ കവി. അത് ഇട്ടുന്ന അമ്മച്ചിയുടെ ആ ചുണ്ടൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തു. ഞാൻ വണ്ടർ അടിച്ചു. കാരണം ഈ കുഞ്ഞു കുട്ടിക്ക് ഇത്രയേ ഉള്ളൂ. പഠിക്കുന്ന കുട്ടികൾ 7, 8 ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്രയധികം അവിടെ ചെയ്യാനായിട്ട്. അപ്പൊ ഒരു മെറിറ്റവാണ്, ക്യാരക്ടർ നല്ലത്. ഇതാരും ആ കൊച്ചുകള് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പോലുള്ള ഒരു മനസ്സ് കാണിക്കണം. അങ്ങനെ കിട്ടിയിരിക്കുന്നത് സച്ചിൻ സിജു ചെയ്തിട്ട് അതുപോലെ സാധാരണ സിജു ചെയ്തിട്ട് ഈ 2 കുട്ടികളെ പ്രത്യേകം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആ വാർഡ് കൊടുക്കും. നല്ല കുട്ടികൾ. അപ്പൊ അവർ 2 പേര് ആരും പറഞ്ഞിട്ടൊന്നല്ല, മാതാപിതാക്കന്മാരൊന്നും പറഞ്ഞിട്ടല്ല, അവര് അത് കാരണം. അപ്പൊ അവർക്ക് 2 പേർക്കും ഒരു അവാർഡ്, ഫാമിലി അവാർഡാണ്. കുടുംബങ്ങളുണ്ട്. 50 വർഷം വിവാഹ ജീവിതം പിന്നിട്ട വ്യക്തികൾ ചക്കേറ്റ് വർഗീസ് ഫിലോമിന. അപ്പോൾ നൽകിയാണ്
കിഴക്കുമുതല ജോസഫ്, ലിസി, സത്യാഗ്രഹ അടുത്ത കുടുംബം നാടകത്തിൽ ബാബു ജാസി. നിങ്ങളുടെ ആശംസകളൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയമായിട്ട് ഇനി നമ്മൾ അധിക സമയം എടുക്കില്ല. അവിടെ ചെന്ന് കേക്ക് അത് കഴിഞ്ഞ് നമ്മുടെ നറുക്കെടുപ്പുണ്ട്. ക്രിസ്മസ് ട്രീയുടെ തിരുവിരുകയാണ്. അതിൽ നമ്മൾ ഒഡീസയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ നിത്യസഹായ പള്ളിയിൽ നിന്ന് ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ക്യാൻസർ പേഷ്യൻസിനെ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അവർക്ക് അലങ്കാരം നിശ്ചയിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചികിത്സ അംഗങ്ങൾ 4-5 ദിവസമായി നമുക്ക് ഗ്രൂപ്പൊക്കെ അലങ്കരിക്കാനുണ്ട്. പുറത്തും എല്ലാവരും ഇപ്പോൾ കൈകാലമായ വൈശാലമായ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് എന്തൊരു മനോഹരമായാണ് അലങ്കരിച്ചിരിക്കുന്നത്. പിന്നെ 2 അച്ഛന്മാരുടെ സാന്നിധ്യം നമ്മുടെ കുർബാനയിൽ മാറ്റം നൽകി എല്ലാവർക്കും കൃത്യമായിട്ടുള്ള നന്ദിയും കൃതജ്ഞതയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഉടനെ ഹാപ്പി ക്രിസ്മസ്. ഇവിടെ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും കൂടി ഒരു ഹാപ്പി ക്രിസ്മസ് വേണമെന്ന് പറഞ്ഞേ നല്ല ശബ്ദത്തില് ഹാപ്പി ക്രിസ്മസ്. ഞങ്ങളെല്ലാവരും കൂടി ആളുകൾക്ക് ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ ശബ്ദം ഓക്കെ. അപ്പൊ എല്ലാം ഇനാഗ്രേറ്റ് ചെയ്തിട്ട് ഇനാഗ്രേറ്റ് നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോണം കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെ മംഗളങ്ങളെ ആശംസിക്കുന്നു. സന്തോഷല്ലേ?